എന്നോടുകൂടി ലോകം അവസാനിച്ചു എന്ന ധാരണ പഴയ തലമുറ തിരുത്തണം. ധാരാളം വാഗ്ദാനങ്ങൾ നമുക്ക് ചുറ്റും നിഷ്പക്ഷമതികൾക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന്, ഇപ്പോൾ ജന്മദേശത്തിൽ തുടർച്ചയായി വരുന്ന തണുത്ത സൂര്യൻ എന്ന നോവലിന്റെ കർത്താവായ ജയദേവൻ സമീപകാലത്ത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച വാഗ്ദാനമാണെന്ന് ഞാൻ പറയും. ചേട്ടൻ നല്ലത് പറഞ്ഞപ്പോ പിന്നെ ആളുകൾ തമ്മിൽ മത്സരമാണ് ജയദേവനെ പുകഴ്ത്താൻ. പയ്യൻ മിടുക്കനാ, നന്നാവും. ടാക്സി വന്നല്ലോ. കൃഷ്ണനാരെ ഇതാ വന്നു. ഞാൻ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച മടങ്ങും. അതിനിടയ്ക്ക് എവിടെയെങ്കിലും വിളിക്കാം. നിനക്ക് വേറെ എന്തെങ്കിലും വാങ്ങേണ്ടതുണ്ടോ? കറാൽ കടയിൽ നിന്ന് മുണ്ടും വെട്ടിയും അത് ഞാൻ മറക്കില്ല. അത് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ചുമ്മാ നിന്റെ വക ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുത്താവല്ലേ? അതിനൊക്കെ സമയം ഞാൻ ഉണ്ടായിക്കോളാം. എന്താ? വർഗീസ് സാറിനെ വീട്ടിൽ ചെന്ന് കണ്ടു. അടുത്ത മാസം മുതൽ എഡിറ്റോറിയൽ ഡെസ്കിൽ ഇരുന്നോളാൻ പറഞ്ഞു. ട്രെയിനിയായി. അത് നന്നായി. ഞാൻ ഈ ഡേ എക്സ്പ്രസിന് പോകുന്നു. എന്താ ഇത്? നോവലിന് പ്രതിഫലം തന്നു. ഞാൻ പ്രതീക്ഷിച്ചതല്ല. സ്റ്റാഫിൽപ്പെട്ടവരാകുമ്പോ സാധാരണ കുറവായിരിക്കും. അത് പതിവാണ് പത്രങ്ങളിൽ. തുടക്കത്തിൽ കിട്ടിയത് വാങ്ങി മിണ്ടാതിരിക്കണം. കുറഞ്ഞു പോയതിനല്ല, ഞാൻ ഇത് ചേട്ടൻ വച്ചാൽ മതി. എഴുതിയിട്ട് എനിക്ക് വല്ലതും കിട്ടുമെന്ന് ഞാൻ കരുതിയതല്ല. ഇത് ചേട്ടന് നിവേദ്യമൊന്നോ ഗുരുദക്ഷിണെന്നോ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. വെച്ചോളൂ. കാശ് ആവശ്യമാണ്, അലങ്കാരമല്ല. കിടന്നില്ലേ? വെറുതെ ഉറക്കം കളയണ്ട. സെഡേഷനിലാണ്. ഒരു 3 മണിക്കൂർ കഴിയും ഉണരാൻ. മിസ്റ്റർ ജയദേവൻ ഏത് റൂമിലാണ്? ICU 2nd floor. വിസിറ്റേഴ്സിനെ അലോ ചെയ്യുന്നില്ല. പേഷ്യന്റിന് എങ്ങനെയുണ്ട് സിസ്റ്റർ? ഉറക്കി കിടത്തിയിരിക്കുകയാണ്. മിസ്സിസ് ആണോ? അല്ല, ഞാൻ വിസിറ്റേഴ്സ് പാടില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിവരം അറിയാനാണെങ്കിൽ പുള്ളിയുടെ ബ്രദറിലോ അവിടെ എവിടെയെങ്കിലും കാണും. നിങ്ങൾ എവിടുന്നാ? ഭാഗ്യം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നാളെ വളരെ മോശമാണ്. ഡോക്ടറെ ഞാൻ സമ്മതിച്ചു പോയി. വെരി എഫിഷ്യന്റ്. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ വരട്ടെ. രാവിലെ എല്ലാവരും കുടുംബക്കാരെല്ലാം ഫോൺ വിളിച്ച് പറയാം. ആൺകുട്ടിയാണ്. ബാക്കി പേഷ്യൻസിനൊക്കെ രാവിലെ കൊടുത്തോളാം. 3.5 കിലോ വെയിറ്റ്. ഹെൽത്തി ബോയ്. എന്ത് വകയിൽ? ആദ്യമായിട്ട് കഥ എഴുതിയതിന് പ്രതിഫലം കിട്ടി. ഇപ്പൊ എന്നെ കണ്ട മഹാധനികനാണെന്ന് തോന്നുന്നില്ലേ? 4 ആഴ്ചത്തേക്ക് 200 രൂപ. 4 ചോക്ലേറ്റ് വാങ്ങിത്തന്നെ ഒഴിവാകാൻ നോക്കണ്ട. പറഞ്ഞോ, എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഏതെങ്കിലും വലിയ ഹോട്ടലിൽ പോയി 2 ആൾക്കും ഡിന്നർ ഓർഡർ ചെയ്യാം. ദേഹനൊക്കെ ഒരു സിനിമയും കാണും. ഞാൻ റെഡി. അയ്യോ വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞാണ്. കിട്ടിയ കാശ് ഉടനെ പൊടിച്ചു കളയണ്ട. സത്യത്തിൽ കിട്ടിയ കാശ് മുഴുവൻ BP സാറിന് കൊടുക്കാനാണ് തോന്നിയത്. ഒരു കാണിക്ക പോലെ. അദ്ദേഹം കാരണമാണ് ഇത് അച്ചടിച്ചു വന്നത്. പക്ഷെ വാങ്ങിയില്ല. ഗീതയ്ക്ക് എന്ത് വേണം? കൽപ്പിച്ചോളൂ. ധാരാളം പണം കിട്ടാൻ തുടങ്ങുമ്പോൾ ആവശ്യങ്ങൾ പറഞ്ഞോളാം.
കഷ്ടപ്പെട്ട് എഴുതുണ്ടാക്കിയ കാശാണെന്ന് ഓർമ്മിച്ചോളണം. കമ്പനിയിൽ നിന്ന് പിരിയുമ്പോ കിട്ടി 22,000 6 മാസം കൊണ്ട് ഒരാൾ തവിടുപൊടിയാക്കി ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അച്ഛൻ. ആണുങ്ങളെല്ലാം അങ്ങനെയാണ്. ആ, ഗുരുനാഥന്റെ അനിയത്തിക്ക് കാര്യമായി വല്ലതും വാങ്ങിക്കൊടുക്കണം. വേണ്ടേ? സംസാരിക്കാൻ തന്നെ എനിക്ക് ഭയമാണ്, പിന്നെയല്ലേ സമ്മാനം കൊടുക്കല്. അതിസുന്ദരിമാരെ ഭയപ്പെടണം. ഒരു ഫോട്ടോ ചോദിച്ചു വാങ്ങിച്ചോണ്ടോ? ഞാനും ഒന്ന് കാണട്ടെ. സൗന്ദര്യമല്ല, ഒരു ഒരു വല്ലാത്ത നിന്നോട് ഇത് പറഞ്ഞു പോയതേ അബദ്ധമായി. ആളുകളെ മുഴുവൻ വിറപ്പിക്കുന്ന VP സാറിനെ ഇവള് മെരുക്കി പാവമാക്കുന്നത് കണ്ടാൽ അന്തം വിട്ടു. സത്യം പറയൂ, ആദ്യം കണ്ടപ്പോഴേ തോന്നിയ പ്രേമം. നിനക്ക് വേറെ വല്ലതും അറിയാണ്ടേ ചോദിക്കും. ഒരു സ്വകാര്യം പറഞ്ഞതിന്റെ ഗതികേട്. കളിയാക്കാനല്ല, അറിയാൻ ചോദിക്കുകയാണ്. വെറുതെ ഒരു രസത്തിന്. VP സാർ ഇല്ലാത്തപ്പോ 2-3 തവണ പുസ്തകങ്ങൾ എടുക്കാൻ പോയി. അന്ന് ചായ തന്നു, വെറുതെ സംസാരിച്ചിരുന്നു. ആദ്യം ബഹുമാൻ, പിന്നെ ഒറ്റ കഴിയുന്ന അവളെ ഓർത്ത് അല്പം സാധാരണ, പിന്നെ പിന്നെ വാടക വീട്ടിൽ താമസം തുടങ്ങുമ്പോഴേ ഞാൻ ക്രോസ് വിസ്താരം നടത്തേണ്ടതായിരുന്നു. ഹൃദയം പണയം കൊടുത്തു വന്ന കക്ഷിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ജന്മിയോട് പറഞ്ഞ് താക്കോൽ തിരിച്ചു വാങ്ങിച്ചേന്. കഥയെഴുത്തുകാരന്റെ ഭാഷയിൽ ഭാരതി ഒന്ന് വർണ്ണിക്കൂ, കേൾക്കട്ടെ. അല്പം സാഹിത്യത്തിൽ പറഞ്ഞാൽ ഒരു കാശിത്തുമ്പയുടെ ഭംഗി, ലാളിത്യം. അപ്പോൾ ആര്യപുത്ര, കഥാകാര, അയൽക്കാരിയായ ഈ ഭാഗ്യഹീനിയോ? ആശ്രമവാടത്തെ അസ്വസ്ഥമാക്കാൻ വന്ന ശുഭാംഗി നീയോ? നീ ഉദയരശ്മി കാത്തു നിൽക്കുന്ന സൂര്യകാന്തി പൂവാണ്. ഉപമയ്ക്ക് ശാഖകാലം പഴക്കച്ചവയുണ്ട്, സാരമില്ല. ഈശ്വര, പെണ്ണ് കാണാൻ വന്ന് 20 പവനും വർക്ക്ഷോപ്പിടാൻ 10,000 ചോദിച്ച ആ തന്തയോട് ഒന്ന് വിളിച്ചു പറയാമോ സൂര്യകാന്തിപ്പൂവിന് വില പറയരുതെന്ന്? ധൈര്യം എടുക്കുന്ന കേട്ടോ. പഴയ നാടകമാണ്, കൊള്ളില്ല. ഇത് മതി. ആണുങ്ങൾ കുറവാ, പെണ്ണുങ്ങളെ അഭിനയിക്കുന്നത് വൈഡബ്ല്യൂസിയിൽ. നീയും? അയ്യോ, അച്ഛൻ കേക്കണ്ട. ഞാൻ അഭിനയിക്കുന്നില്ല. നാടകത്തിന്റെ ആശാട്ടി. തപ്പിത്തടയാതെ ഒരു വാചകം പറയാൻ അറിയാവുന്നവരില്ല ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ. ഇവറ്റയ്ക്കൊക്കെ 600-700 ശമ്പളം. പത്രമാഫീസിൽ എനിക്കൊരു ചെറിയ ജോലി കിട്ടോ? ശുപാർശ പറയേണ്ടത് ഞാൻ. VP സാറിന്റെ ദയവ് കൊണ്ട് എങ്ങനെയോ കയറി പറ്റിയതാണ്, ഇനിയും സ്ഥിരമായിട്ടില്ല. 1/2 പേജുണ്ട് ഒരു ഡയലോഗ്. ആ, ഭാരതിയോട് പറയൂ, എത്ര പേര് ഇവിടെ വരുന്നല്ലേ? കല്യാണാലോചനയും ഉദ്യോഗാന്വേഷണം ഒരുമിച്ച് വേണോ? ആരൊക്കെയോ വരുന്നു. അവരുടെ മുമ്പിൽ ഒരു വിഡ്ഢിവേഷമായി ഞാൻ നിൽക്കുന്നു, പോരുന്നു. എനിക്ക് മടുത്തു. വലിയ പുരോഗമനവാദികൾ. അവർക്ക് സ്ത്രീധനം വേണ്ട. ഛേ, ലജ്ജാവഹം. സ്ത്രീധനമോ? പഴയ ആളുകളായ അച്ഛൻ, അമ്മാവന്മാർ അവരെന്തെങ്കിലുമൊക്കെ ചോദിക്കും. ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇവന്റെയൊക്കെ മുഖത്ത് ഞാൻ ആട്ടുമായിരുന്നു. ഒക്കെ ശരിയാവും, ക്ഷമിക്കും. എനിക്കല്ല ക്ഷമക്കേട്. അച്ഛനേക്കാൾ തിരക്ക് അനിയത്തിക്കാം. അവൾ ഏതൊരു വീരകുമാറിനെ കണ്ടുവച്ചിട്ടുണ്ട് കുതിരപ്പുറത്ത്, അല്ല ഒരു ലൊഡാക്ക് സ്കൂട്ടറിൽ. അവനീ പരിസരത്തൊക്കെ കറങ്ങുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. ഭാരതിയോട് ഇങ്ങനെ പറയണം: തൊഴിലില്ലാത്ത ആ പെണ്ണ് വീട്ടിലും പരിസരത്തിലും ചുറ്റിക്കറങ്ങി നടക്കുന്നത് നമുക്ക് ആപത്താണ്. സ്ത്രീയല്ലേ, അവൾ ചിലപ്പോൾ എന്നെ പ്രേമിച്ചു കളയും. അതുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ആ പെണ്ണിനൊരു ജോലി. അച്ഛൻ വരുന്നുണ്ടാവും. കാശ് കിട്ടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉള്ള സമയങ്ങളായിരുന്നു എഴുതിക്കും. നന്നായി വരും. നീ എവിടെ പോയിരുന്നു? ഇവളാണ് മൂത്തത്. ഈ നാണുകേട്ടനും ഞാനും കുറച്ചു കാലം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അമ്മ മരിച്ച കാലത്ത് ഞാനിവിടെ ഇടയ്ക്ക് വന്നിരുന്നു. കോമൺവെൽത്തിന് നിന്റെ ആപ്ലിക്കേഷന് വല്ല റിപ്ലൈ വന്നോ? സായിപ്പന്മാരുടെ കാലത്ത് എന്തായാലും 4-ാം ദിവസം റിപ്ലൈ വരും. ഇപ്പോഴത്തെ ഓരോ മാനേജർമാര് തെറ്റില്ലാത്ത ഇംഗ്ലീഷിൽ 4 വാചകം ഡിക്റ്റേറ്റ് ചെയ്യാൻ നോക്കുവോ? നാണുകെട്ടിന്റെ വഴിക്ക് ഒരു കേസ് വരുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിൽ സൂപ്പർവൈസർ. ഞാൻ പിന്നെ പറയാം. കഴിഞ്ഞില്ലേ? അവരൊക്കെ വന്നു ചേച്ചി. വരട്ടെ. നാശം. ഞാൻ നോക്കി, തിരക്കാടില്ല. ഇലക്ട്രിസിറ്റി ബോർഡിലാന്ന് വെച്ചാ കൈക്കൂലി ബറാബർ കിട്ടും. ടൈപ്പ് റൈറ്റിംഗ് മാഷ് പറഞ്ഞു. ഇതേ ചായ കൊണ്ടൊരു അച്ഛൻ കുറച്ച് ധൈര്യം ആത്താക്കിയിട്ടുണ്ട് അവരൊക്കെ വരുന്നതിന് മുമ്പ്. സായിപ്പന്മാരുടെ കാലത്ത് എന്തായിരുന്നു സ്ഥിതി? കേട്ടിട്ടുണ്ട്.
ചായ കുടിക്കുക. എങ്ങനെയുണ്ട് ചേച്ചി? ഇത്തിരി കോങ്ങളുണ്ടോ? കടന്നു പോടി. എന്റെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ വലിയ പൊസിഷനിലിട്ട് അടുത്ത് തന്നെ ഇവൾക്കും ഒരു ജോലി ശരിയാവും. ഇത് റൈറ്ററുടെ സ്വന്തം വീടാണോ? എന്ന് പറയാം. 22 വർഷമായി ഞാനിവിടെ താമസം തുടങ്ങിയിട്ട്. വളരെ ചെറിയൊരു വാടകയുള്ളൂ. ഇത് ആളെ പറഞ്ഞു പറ്റിക്കുന്ന പരിപാടിയാണല്ലോ. ആ നാണുമൂപ്പര് ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഞങ്ങൾ കുബേരന്മാരല്ല, കെട്ടിയിരിപ്പില്ല. കളവ് പറഞ്ഞ് നിങ്ങളെ കൊടുക്കാൻ ഇവിടെ ആരും ശ്രമിച്ചിട്ടില്ല. 940-ൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച് മലബാർ മെട്രിക്കുലേഷൻ പാസ്സായവനാ ഞാൻ.